സർ, പി വിജയൻ എന്ന IPS ഉദ്യോഗസ്ഥൻ യുവാക്കളുടെ അടക്കം ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തതാണ്. 10ാം ക്ലാസ് തോറ്റതിന് ശേഷം അദ്ദേഹം പഠിച്ച് IPS നേടിയെടുക്കുകയായിരുന്നു. അപ്പം കേരള പോലീസിലെ ഒരു നല്ല ഉദ്യോഗസ്ഥൻ എന്ന പേരെടുത്തിരുന്നു. പക്ഷേ കോഴിക്കോട് എലത്തൂരിൽ ഒരു തീവെപ്പ് കേസുണ്ടായപ്പോൾ അതിലെ പ്രതിയെ പിടികൂടാൻ കേന്ദ്രത്തിൻ്റെ സഹായം തേടി എന്നോ മറ്റോ ഒരു ആരോപണം ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായി. തുടർന്ന് അർഹമായ അഡീഷണൽ DGP എന്ന പദവി വരെ നഷ്ടപ്പെട്ടു. ഒടുവിൽ കേസൊക്കെ തീർന്നു, ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്നൊക്കെ കണ്ടെത്തി ADGP എന്ന പദവി നൽകി. പോലീസ് ട്രെയിനിങ് ക്യാമ്പിൻ്റെ ചുമതലയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇൻ്റലിജൻസ് മേധാവിയായി. അതായത് അപ്രധാന ചുമതലയിൽ നിന്ന് ഒരു സുപ്രധാന ചുമതലയിലേക്ക് വരുന്നു. ADGP MR അജിത് കുമാറിന് പകരം ക്രമസമാധാന ചുമതല ഈ മനോജ് എബ്രഹാമിലേക്ക് എത്തി. അതിന് പകരമാണ് അദ്ദേഹം ഈ ചുമതലയിലേക്ക് ഇൻ്റലിജൻസ് മേധാവി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും സുപ്രധാനമായ ഒരു പദവിയിലേക്ക് എത്തിയത് ഒരു വൈകി വന്ന വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും വൈകി വന്ന വിജയമാണെന്ന് മാത്രമല്ല, വിജയൻ സാറിന് അർഹിക്കുന്ന പദവി ഏറെ വൈകിയാണെന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹത്തെക്കാൾ മോശപ്പെട്ട ട്രാക്ക് റെക്കോർഡുള്ള പലപ്പോഴും ഒരുപാട് ദുഷ്പേരുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാക്കിയ ആളുകൾക്കാണ് പലപ്പോഴും വലിയ പദവികളിൽ കേരള പോലീസിൽ വാഴ്ത്തപ്പെട്ടത്. മാത്രമല്ല, ഇങ്ങനെ കുറ്റവാളികളെന്ന് ആരോപിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനാണ് മിക്കവാറും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും താല്പര്യമുണ്ടായിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ടോമിൻ ജെ തച്ചങ്കരി എല്ലാ കാലത്തും പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനായ ഒരാളാണ്. ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും ഭരിച്ചിരുന്ന കാലത്ത് ഒരുപോലെ പിരിച്ചുവിട്ടയാൾ, ഒരുപോലെ സസ്പെൻഷൻ കൊടുത്തയാളാണ്. പക്ഷേ അദ്ദേഹത്തെ പൂവിട്ട് പൂജിച്ച് സകലമാന സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് യാതൊരു പോറലും ഏൽക്കാതെ റിട്ടയർ ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അത് അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് എല്ലായ്പ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിലെ ഗോഡ് ഫാദേഴ്സ് ഉണ്ടാവുക, സംരക്ഷകന്മാരുണ്ടാവുക. പി വിജയൻ സാറിൻ്റെ കേസിൽ അദ്ദേഹം പോലീസിലെത്തുന്ന വഴി, അല്ലെങ്കിൽ IPSകാരനായ വഴി തന്നെ വളരെ ഇൻസ്പയറിംഗ് ആണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ച് നോക്കൂ, ഡ്രോപ്പ് ഔട്ടായ ഒരാൾ, പഠനം നിർത്തേണ്ടി വന്ന ഒരാൾ, അതും ദാരിദ്ര്യം കൊണ്ട്, വലിയ പാഠമല്ലേ അത്. വളരെ ദാരിദ്ര്യം കൊണ്ട് പഠനം നിർത്തേണ്ടി വന്ന ഒരു മനുഷ്യൻ കഠിനാധ്വാനം കൊണ്ട് കൂലിപ്പണിക്ക് പോയിട്ട്, അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല എന്ന് പറയുന്നു ആ കാലത്ത്, കൂലിപ്പണിക്ക് പോയിട്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ച്, എന്നിട്ട് സ്വന്തം പ്രയത്നം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട്, ആ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ, അതുകൊണ്ട് ജയിച്ചു വന്നൊരു ഒരു ജീവിതമാണത്. അങ്ങനെ നേടിയൊരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് കാണുന്ന അദ്ദേഹം സത്യത്തിൽ പോലീസിന് മാത്രമല്ല, ഓരോ പൗരനും, ഭൂമിയിലെ വളരാൻ ആഗ്രഹിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും മാതൃകയാണ്. അങ്ങനെ ഒരു മാതൃകാ ഉദ്യോഗസ്ഥൻ. നമുക്കൊരു സന്തോഷമുള്ളത്, അദ്ദേഹം മുൻകൈയെടുത്ത് നടന്ന വലിയൊരു കുറ്റാന്വേഷണം, ഒരുപക്ഷെ കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ, കേരള പോലീസിൻ്റെ കിരീടത്തിലെ വലിയൊരു പൊന്തൂവലായി തീർന്നൊരു അന്വേഷണമാണ്, ഒരു കേസന്വേഷണമാണ് ചേലേമ്പ്ര ബാങ്ക് കൊള്ള. അത് ആഗോളതലത്തിൽ വിറ്റഴിക്കപ്പെട്ടൊരു കുറ്റാന്വേഷണ ഗ്രന്ഥമായി തീർന്നു, നോവലായി തീർന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ല നമ്മളെ ഫ്ലോറിൽ തന്നെ. തീർച്ചയായിട്ടും ആ പുസ്തകം ഒരുപക്ഷെ മലയാളത്തിൽ പരിചയപ്പെടുത്തുന്നത് നമ്മളായിരിക്കും. അത് അനിർബൻ ഭട്ടാചാര്യ അത് ഇംഗ്ലീഷിലെഴുതി, അത് ആമസോണിൽ വിറ്റുപോയി, വലിയ തോതിൽ വിറ്റുപോകുന്നു. ഇപ്പം അത് മലയാളത്തിൽ വരുന്നു. അതെ, സെയ്ഫ് മുഹമ്മദ് അത് മലയാളത്തിലേക്ക്, അദ്ദേഹത്തെ നമ്മൾ വിളിച്ചു, അദ്ദേഹവുമായിട്ട് തന്നെ സംസാരിച്ചു. ആ പുസ്തകം വരുന്നു എന്നുള്ളത് ഈ സമയത്താണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പോൾ തോന്നുന്നൊരു കാര്യം, ഈ വിജയൻ സാറിൻ്റെ ഒരു ജാതകം തെളിഞ്ഞു എന്ന് പറയാം. വിജയൻ സാറിൻ്റെ ഗ്രാഫ് വളരെ മേലോട്ട് പോവാണ്. ഇപ്പോൾ അദ്ദേഹം കപ്പയുടെ ഡയറക്ടറാണ്, കേരള പോലീസ് അക്കാഡമിയിലെ തൃശ്ശൂരിലാണ്, ഈ അക്കാഡമി ഡയറക്ടറാണ്. അതിനിടയിൽ എപ്പോഴും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കൊക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ഏറ്റവും പ്രശ്നബാധിതമായ പ്രദേശങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുന്ന ഒരാളാണ്. സമാധാനപൂർവ്വം ഇലക്ഷൻ നടത്തി തിരിച്ചു വരുന്ന ഒരാളാണ് അദ്ദേഹം. UP-യിലെ ഇലക്ഷൻ നിയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഹരിയാനയിലാണ്. അതാണ് വേറൊരു പ്രത്യേകത. ഇന്നിപ്പോൾ നമ്മൾ റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അദ്ദേഹം ഈ ഒരുപക്ഷെ ഹരിയാനയിലെ ഇലക്ഷൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഏരിയ മുഴുവനും സമാധാനപൂർവ്വം ഇലക്ഷൻ നടത്തി തിരിച്ചു വന്ന സമയത്താണ് അദ്ദേഹത്തെ തേടി അപ്രതീക്ഷിതമായി ഇത് വരുന്നത്. അപ്രതീക്ഷിതമാവാൻ കാരണം ഇപ്പോൾ ആ പോസ്റ്റ് ഒഴിവുണ്ടായിരുന്നില്ല. അതെ, കേരള രാഷ്ട്രീയത്തിലുണ്ടായ കോലാഹലത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു പോസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് അൻവറിനോട് നമുക്ക് സ്വകാര്യമായിട്ട് നന്ദി പറയാം. ഇപ്പോൾ ഈ PV അൻവർ എന്നൊരാൾ ഉണ്ടാക്കിയ കോലാഹലങ്ങളുടെ ഒടുവിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ
മുഖ്യമന്ത്രി നിർബന്ധിതനാവും. എത്ര സമയമെടുത്തു, അതും മുന്നണിക്കകത്ത് തന്നെ CPI പോലുള്ള കക്ഷികൾ പറയേണ്ടി വന്നു. അൻവറാണെങ്കിൽ തലകുത്തി മറിഞ്ഞു, വലിയ ബഹളമായി, പാർട്ടിയിൽ വലിയ ഒച്ചപ്പാടായി. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് ഇന്നലെ, അതും വളരെ സൗമ്യമായിട്ടാണ്, ഒന്നും പറയാതെ, അജിത് കുമാർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എന്നാലും ഒരു സൗകര്യത്തിന് അദ്ദേഹത്തെ ഒന്നെടുത്ത്, പക്ഷെ മാറ്റിയത് അപമാനമാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് കൊടുത്ത വലിയ പണിഷ്മെൻ്റ് ആണെന്ന് അദ്ദേഹത്തെ ബറ്റാലിയൻ്റെ അല്ലേ, അതായത് സസ്പെൻഡ് ചെയ്തില്ല, അതുകൊണ്ട് അയാൾ കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിൽ ഒരു നെറേറ്റീവ് അങ്ങ് സൃഷ്ടിച്ചു. സത്യത്തിൽ ആ ചുമതല മാറ്റിയത് തന്നെ ഒരു കുറ്റക്കാരനായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത് പണിഷ്മെൻ്റ് ആണ്. പക്ഷേ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, ഭരണകർത്താക്കൾക്ക് ഒരാളെ സംരക്ഷിക്കണം തോന്നിയ പല മാർഗ്ഗമുണ്ടല്ലോ. ആ ശിക്ഷ പോലും ഒരു തലോടലാവുമല്ലോ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സർവീസ് റെക്കോർഡിൽ എവിടെയും ഒന്നും വരുന്നില്ല, ഒരു സസ്പെൻഷൻ വരുന്നില്ല, ഒരു പണിഷ്മെൻറ്റ് വരുന്നില്ല. അങ്ങനെ വരാതെ വളരെ സൗമ്യമായിട്ട് ഇങ്ങനെ ഇല കൂട്ടിയെടുത്തിട്ട് അടുത്ത ഒരു ലോ ആൻഡ് ഓർഡർ ഉത്തരവാദിത്തമേ ഇല്ല. ഇനി അദ്ദേഹത്തിന് കേരളത്തിലെ ക്രമസമാധാന പാലന രംഗത്ത് ഒന്നും ചെയ്യാനില്ല. ഈ ബറ്റാലിയൻ്റെ ചാർജ് കൊടുത്ത് മിണ്ടാതെ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിരുത്തിയിട്ടുണ്ടാവും. പക്ഷേ അത് പണിഷ്മെൻ്റ് ആണെങ്കിൽ തന്നെ സർവീസിനെ ബാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ, ഒരുപക്ഷെ DGP ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ്റെ സാധ്യതകളെ ബാധിക്കില്ല, റിട്ടയർമെൻറ്റിനെ ബാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് സമ്മർദ്ദത്തിന് മുമ്പിൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു, പണിഷ്മെൻറ്റ് കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന് അപകടമില്ലാത്ത പണിഷ്മെൻറ്റാണ്. ഒരു അപായവും ഇല്ല, പണിയെടുക്കേണ്ട അധികാരമില്ല. അപ്പോൾ എങ്കിൽ പോലും വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ സർവീസിൽ ദോഷമൊന്നും വരാത്ത തരത്തിലാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. അതുപോലും കടുത്ത സമ്മർദ്ദത്തിൻ്റെ ഒടുവിലാണ്. അത് വന്നതുകൊണ്ടാണ് ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയപ്പോഴാണ് മനോജ് എബ്രഹാമിനെ ഇൻ്റലിജൻസിൽ നിന്നെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മനോജ് എബ്രഹാം തീർച്ചയായിട്ടും അന്ന് തന്നെ പരാതിപ്പെട്ടു എന്ന് വാർത്തയുണ്ടായിരുന്നു. എനിക്ക് രണ്ടും ഭാരിച്ച ജോലിയാണ്, ചെയ്യാൻ കഴിയില്ല. ഇൻ്റലിജൻസ് തന്നെ ചെയ്യാൻ മാത്രം പണിയുണ്ട്. ലോ ആൻഡ് ഓർഡർ അതിനേക്കാളും തലവേദന പിടിച്ച ജോലിയാണ്. രണ്ടും കൂടി തീർച്ചയായിട്ടും ഒരു ADGPക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് ഇൻ്റലിജൻസിലേക്ക് ഒരു ADGPയെ കണ്ടെത്തേണ്ടി വന്നത്. തീർച്ചയായിട്ടും സർവീസ് റെക്കോർഡ് പരിശോധിച്ചാൽ കേരള പോലീസിൽ ഇവരെക്കാൾ മുമ്പേ വരേണ്ട ഒരാളാണ് P. വിജയൻ. പക്ഷേ P. വിജയനെ അർഹിക്കുന്നത് ഇന്നെങ്കിലും വന്നു ചേർന്നു എന്ന് പറയാം. അങ്ങനെയാണ് വിജയൻ. നല്ല ഉദ്യോഗസ്ഥർക്ക് കാലം ചിലതൊക്കെ കാത്തുവെക്കും അല്ലെ, കുറച്ച് കാലം കഴിഞ്ഞാലും കിട്ടും. ഇപ്പോൾ P. വിജയൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ IG ആയിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു ശബരിമലയിലേക്ക് നിയോഗിക്കപ്പെടുന്നു. അന്ന് അവിടെ പുണ്യം പൂങ്കാവനം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കി. അതായത് വിവിധ സ്റ്റേറ്റുകളിൽ വരുന്ന അയ്യപ്പ ഭക്തർ അവരുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ബാക്കിയുള്ള സാധനങ്ങൾ, വേസ്റ്റ് ഒക്കെ അവിടെ ഇടും. അപ്പോൾ അവിടെ നിൽക്കുന്ന ഈ അയ്യപ്പന്മാരെ കൊണ്ട് തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യിക്കുന്നു. നിർബന്ധപൂർവ്വമല്ല, പോലീസ് ക്ലീൻ ചെയ്യുന്നു, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ക്ലീൻ ചെയ്യുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർ ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ അതൊരു കൂട്ടായ്മയാണ്. എല്ലാ ദിവസവും രാവിലെ അപ്പോൾ ഇവിടുന്ന് പോകുന്ന അയ്യപ്പന്മാർ, മലയാളികൾ ഉൾപ്പെടെ ഇതിൽ പങ്കാളികളാകുന്നു. അപ്പോൾ അതിന് പേരിട്ടു പുണ്യം പൂങ്കാവനം. 7-8 വർഷം നടന്നു. അപ്പോൾ ഒരു നല്ല പേരുണ്ടാക്കി. അതിനുശേഷം സംസ്ഥാനത്തെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടുന്നു. ആ സമയത്ത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ വിദ്യാർത്ഥി വിഭാഗം, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് അഭിമാനമാണ് അതിനകത്തൊക്കെ പങ്കെടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരു പ്ലാൻ അല്ല, ആ ഐഡിയ വന്നത് ഈ P. വിജയൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അതിനുശേഷം അത് വിജയത്തിലെത്തിയപ്പം അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രോജക്റ്റ്. അപ്പോൾ ഒന്നിനു പുറകെ ഇത്തരത്തിൽ അപ്പം ജനോപകാരപ്രദമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും സമൂഹത്തിൽ വലിയ കയ്യടി നേടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അസൂയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അവർ ഇങ്ങനെ പാലം വലിക്കാനും ശ്രമിക്കില്ലേ? തീർച്ചയായിട്ടും ഈ 3 പദ്ധതികൾ തന്നെ മതി അദ്ദേഹത്തിന്റെ. അത് 3ഉം വളരെ പ്രധാനമാണ്. ഒന്ന്, ഈ പോലീസ് എടുക്കുന്ന ഒരു മുൻകൈയിലൂടെ അവിടെ വന്നു ചേരുന്ന മുഴുവൻ തീർത്ഥാടകർക്കും ഒരു സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ഞങ്ങളുടെ തന്നെ പൂങ്കാവനമാണ്, പുണ്യപൂങ്കാവനമാണ്, ഈ പൂങ്കാവനം പുണ്യമാക്കുകയാണ്. അതൊരു വലിയ മെസ്സേജ് കൊടുക്കുക. അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല, അവിടെ ശുദ്ധീകരിക്കൽ കൂടിയാണ് ഞങ്ങളുടെ വലിയ ആരാധനയാണെന്ന് കൺസെപ്റ്റ് കൊടുക്കുകയാണ്. ആത്മീയം കൂടിയാണത്. അത് ആ ഒരു വളരെ മനോഹരമായ ഒരു ആശയമാണത്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ കുട്ടികൾ നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂളിലെത്തിയാൽ ആദ്യം ആഗ്രഹിക്കുന്നത് പോലീസിൽ ചേരാൻ. അതെ, യൂണിഫോം ഇട്ട് അതിന്റെ ഒരു എന്ത് സ്കൂളിൽ എന്ത് മേളകൾ നടക്കുകയാണ്. ഇപ്പൊ ഞങ്ങളെയൊക്കെ തന്നെ എല്ലാ മേളകളിലും പ്രധാനപ്പെട്ട പണി വളണ്ടിയേഴ്സൊക്കെ കുട്ടികളാണ്, യൂണിഫോം ഇട്ട് നടക്കാൻ. അങ്ങനെ ഒരു സ്വപ്നം കുട്ടികൾക്ക് ഉണ്ടാക്കി. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലഹരിയുടെ മറ്റു ഉപയോഗം ഉണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് അറിയിക്കും, ലഹരിയെ ബ്ലോക്ക് ചെയ്യാൻ. തീർച്ചയായിട്ടും കുട്ടികൾ മാത്രമല്ല അതൊരു വലിയ പരിശീലനമാണല്ലോ. ഒരു ചെറിയ തോതിലുള്ള ഒരു പോലീസ് പരിശീലനമാണത്. അതെ, ആ ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടാവും. അവർക്കിടയിൽ കുറ്റകൃത്യങ്ങളുണ്ടോ, രഹസ്യങ്ങളുണ്ടോ, അധികാരികൾ അറിയാത്ത എന്തെങ്കിലും ഇൻഡിസിപ്ലിൻ, ഒരു മാരകമായത് ഉണ്ടായാൽ അത് കണ്ടെത്താൻ കഴിയുമല്ലോ, ചെറിയ കാര്യമല്ല. ഒടുവിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം സെയ്ഫ് മുഹമ്മദ് പറഞ്ഞല്ലോ,
ശിവമോദ് പറഞ്ഞ പ്രശ്നമാണ് ഈ ജുവനൈൽ കുട്ടികളുടെ കുറ്റവാളികൾ അല്ലേ? കുറ്റവാളികൾ അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു അത്രേ. സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, ജുവനൈൽ കോർട്ട് ശിക്ഷിച്ചിട്ട് നല്ല നടപ്പിന് എന്തായാലും പറയുന്നത് ഈ നല്ല ജുവനൈൽ ജയിലുകൾ എന്താ അവർക്കൊരു പണിഷ്മെന്റ് കൊടുക്കും, ഉറപ്പാണ്. അങ്ങനെ ഏത് പണിഷ്മെന്റ് കൊടുത്താലും അവനെ കുറ്റവാളിയായി മുദ്ര കുത്തി അവന്റെ മനസ്സിലത് പതിയുകയല്ലേ. ബാധിക്കുന്നു മാത്രമല്ല, അവനെ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുന്നത് കുറ്റവാളിയായിട്ടായിരിക്കും, ക്രിമിനലായിട്ടാണ് തിരിച്ചു വരിക അവൻ്റെ മനസ്സിൽ. അതേസമയം ആ കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് അവരെ മനസ്സിൽ മാറ്റാനാണ് ആ പദ്ധതി. സൈക്കോളജിക്കലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അല്ലേ ഏറ്റെടുക്കുക. അതെ, മൂന്ന് മെസ്സേജാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം ഇവിടെ ചെയ്ത ആത്മീയമായൊരു സന്ദേശമാണ് ശബരിമലയിൽ ചെയ്തത്. STPC എന്ന് പറയുന്നത് ഈ സാധനം ഉണ്ടല്ലോ, കുട്ടികളുടെ ഈ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്തിട്ട് രാഷ്ട്രസേവകരാക്കി മാറ്റുകയാണ് രണ്ടാമത്. മറ്റേത് കുറ്റവാളികളെ യഥാർത്ഥത്തിൽ അവർ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ മനോവൈകല്യം. അങ്ങനെ പോകുന്നവരൊക്കെ പറയുന്നത് ഈ ദുർഗുണ പരിഹാര പാഠശാലയുടെ പുറത്തേക്ക് വരും. അപ്പോൾ ആ പരിഹാര പാഠശാലയിൽ നിന്ന് വരുമ്പോൾ സമൂഹം അവനെ അങ്ങനെ കാണുന്നു, അവൻ്റെ ഉള്ളിലും ഒരു സാധനങ്ങൾ പതിയുന്നു. ഈ ദുർഗുണ പരിഹാര പാഠശാലയിൽ പോയ കുട്ടികളിൽ നല്ലൊരു ശതമാനം പിന്നീട് ദുർഗുണങ്ങൾ പഠിച്ചു വരികയാണ് ചെയ്യുക, പഠിക്കാത്തവർ കൂടി പഠിച്ച് അറിയാത്ത കാര്യങ്ങൾ. അത് കുട്ടികളോടുള്ള അത് മനഃശാസ്ത്രമാണ്. അപ്പോൾ ഈ 3 മേഖലയിലും ഇദ്ദേഹം ചെയ്ത സേവനങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന് വലിയ പദവികൾ കൊടുത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ. അതിന് പകരം അദ്ദേഹം പിന്നീട് മലപ്പുറം SP ആയി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു 1-2 ജില്ലകളിൽ SP ആയി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തെ ആ പദവിയിൽ അദ്ദേഹത്തെ ഇപ്പൊ കാണുന്നത് കാപ്പയിലാണ്. അതിനിടയിൽ പല പദവികളുണ്ടാവും, പക്ഷേ അപ്രധാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത പോസ്റ്റുകളിലാണ് അദ്ദേഹം ഇരുന്നത്. അല്ല, ഇതിനകത്ത് മറ്റൊരു ആരോപണം കേട്ടെന്ന് പറയുന്നത് ഇടയ്ക്ക് ഈ IG P വിജയൻ എന്ന് പറയുന്നത് നല്ല ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനാണ്, കുറ്റാന്വേഷണ മികവുണ്ട്, ഇതൊക്കെ കൊണ്ട് തന്നെ കേന്ദ്ര സേനയുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ BJP സർക്കാരിൻ്റെ കണ്ണിലുടക്കിയ ഒരു മികച്ച ഉദ്യോഗസ്ഥൻ നാളെ റോയിലേക്കോ അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്കോ ഡെപ്യൂട്ടേഷനിലോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അന്നു മുതലാണ് ഈ പിണറായി വിജയൻ സർക്കാർ ഈ വിജയനെതിരെ നടപടികൾ ഉണ്ടാവാം. കേന്ദ്രത്തിൻ്റെ കണ്ണിൽ ഒരു നല്ല ഉദ്യോഗസ്ഥൻ്റെ ശേഷി മനസ്സിലാക്കിയാൽ അത് അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ടുപോകും, ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ നല്ലതല്ലേ. അത് അതിന് പാരവെക്കാൻ നിൽക്കുകയല്ലോ വേണ്ടത്. അതിനായിരിക്കും കള്ളക്കേസൊക്കെ. അതെ, നമുക്ക് ഈ ഹോർമിസ്തറേനൊക്കെ പോയി നമ്മുടെ അഭിമാനം തന്നെയല്ലേ എന്ന് പറയുന്ന പോലെ P വിജയനെ പ്രധാനമന്ത്രിയൊക്കെ അഭിനന്ദിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇവൻ എന്തെങ്കിലും BJPയുടെ ആളായിരിക്കും എന്ന് ഒരു മുൻവിധി CPM അങ്ങോട്ട് വെക്കുകയാണ് അല്ലേ. എന്തായാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പാരവെപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് പോലീസ് സേനക്കകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരുടെയും സഹപ്രവർത്തകരുടെയും പാരവെപ്പ് നടന്നിട്ടുണ്ടാവും. എന്തായാലും എല്ലാം ഇപ്പം നീങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തർക്ക് അതാണ് അർഹിക്കുന്നത് വന്നു ചേരും. അതുകൊണ്ട് വിജയൻ സാറിൻ്റെ സമയം വന്നു. വിജയൻ സാറ് അദ്ദേഹത്തിന് വലിയ തോതിൽ ഇൻ്റലിജൻസാണ്, വളരെ നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് മുഴുവൻ തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ തൽക്കാലം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. മാത്രമല്ല ഒന്നുകൂടി പറയാം, അദ്ദേഹത്തിന് 2028 വരെ മറ്റേ കാലാവധിയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ മാറിയാലും അദ്ദേഹം IPS ഉദ്യോഗസ്ഥനായിട്ട് തുടരുന്നു. വേണമെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയാകാം, ആവാം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അതിനിടയിൽ കേന്ദ്രത്തിന് വലിയ പദവികളിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകാം. അപ്പോൾ വലിയ ഭാവി അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് തെളിഞ്ഞു വന്നിരിക്കുന്നു, ഉയർന്നു വന്നിരിക്കുന്നു എന്ന് കരുതാം. അദ്ദേഹത്തിന് എല്ലാവിധ വിജയങ്ങളും നേരാം. P വിജയന് വിജയങ്ങൾ നേർന്നുകൊണ്ട് ഈ വൈകി വന്ന വിജയത്തെ നമുക്കും ആഘോഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.